ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗായിട്ടാണ്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി സെന്ന കേട്ടോ, മാരുതി സെന്ന്. നല്ല രസമുണ്ട് ഈ വണ്ടി. അലോയിലേക്ക് അടുപ്പിച്ച് ഞാനിപ്പോൾ പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സെന്ന്. തുരുമ്പോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ വണ്ടി നമ്മളിപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. ബ്ലാക്ക് കളർ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗാരേജിൽ ഒരുപാട് വണ്ടികൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, ഫിനിഷ് ചെയ്ത വീഡിയോസ് മാത്രം ഇട്ടാൽ മതി എന്നുള്ള കമൻറ്റ്സ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഗാരേജിൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇപ്പോൾ ഡെയിലി വീഡിയോ ആകുമ്പോൾ എന്തായാലും വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഇതിൽ. പിന്നെ ആ വണ്ടി ഫിനിഷ് ആകും. അപ്പോൾ ഗാരേജിൽ നിലവിലുള്ള വണ്ടികൾ ഫിനിഷ് ആകുമ്പോൾ അതിൻ്റെ വീഡിയോസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിനിഷായ വീഡിയോസും അങ്ങനെയും കാണാം. ഇപ്പോൾ ഒരു റിറ്റ്സ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും അടുത്ത വീഡിയോ അതായിരിക്കും. ഫുള്ള് വർക്ക് ഇൻ പ്രോഗ്രസ് തുടങ്ങി എൻ്റെ പേരുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വണ്ടി ജസ്റ്റ് ഓടിച്ച് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടി വീട്ടിലിട്ടാണ് ചെയ്യണത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കിറ്റ് കവറും കാര്യങ്ങളൊക്കെ അവർ കസ്റ്റമർ ചെയ്ത് കൊണ്ടുവന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഗീറിനൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഓക്കെ, പുറമേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ വണ്ടി നമ്മൾക്കൊന്ന് കാണാം. ഇവിടെ ഒരു പാടത്തിൻ്റെ ഇവിടെ ഞാൻ മാളയ്ക്ക് പോയിക്കൊണ്ടിരിക്കണം. മാളയിലാണ് നമ്മൾ ഈ വണ്ടി ചെയ്യണത്. പക്ഷേ അവിടെ മയിൽ, ഈ ക്യാമറയിൽ കാണില്ല, 2 മയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ വണ്ടി ഇതാണ് അലോയിലേക്ക് കണ്ടില്ല. നല്ല ക്യൂട്ട് ഡിസൈനാണ്. ഇപ്പോൾ ബ്ലാക്ക് കോമ്പയിൽ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ബമ്പറെല്ലാം ബ്ലാക്ക് അടിക്കും. ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുത്താനുള്ള രീതിയിലാണ്. നമ്മുടെ ഡെൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മയിൽ രണ്ടെണ്ണം നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഗോപ്രോയിൽ നമ്മളെ സൂമിങ് എന്നുള്ള പരിപാടി ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അടിപൊളി. ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഗിയർ ലിവറാണ്. നല്ല തന്നെ കേട്ടോ, നമ്മൾ കറക്റ്റ് കംഫർട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വേറെ വരുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ ഈ വണ്ടി മാളയിലിട്ടിട്ട് നേരെ എറണാകുളം പർച്ചേസിങ്ങിന് പോകും. അതിന് ശേഷം ഗാരേജിൽ വിശേഷങ്ങൾ കാണിച്ചു തരാം. കാരണം ഗാരേജിൽ നമ്മളുടെ ഒരുപാട് വണ്ടികൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്നിട്ട് അലോയിലൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഒരു ഹോണ്ട സിറ്റിക്ക് പറഞ്ഞ ഒരു സിൽവർ ടൈപ്പ് കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം പോയിട്ട്. അപ്പോൾ ഓക്കെ, ഈ വണ്ടിയുടെ വിശേഷം ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരു റിറ്റ്സ് വീട്ടിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നമ്മൾ റിറ്റ്സ് ഇവിടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം. ഞാൻ എൻ്റെ ഫ്രണ്ടേജ് ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വരുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് സിൽവർ കളർ വണ്ടിയാണ്, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ടവയർ ഇവിടെ കുട്ടികൾക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് ഗാരേജിലേക്കാണ്. ഗാരേജിൽ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഗാരേജിൽ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഗാരേജിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാരേജിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഒരു കളറിൻ്റെ കേസ്. നമ്മളുടെ ഹോണ്ട സിറ്റിക്ക് വരുന്ന ഒരു കളറാണ് നമ്മളിതിൽ അടിച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ സിൽവർ അല്ല, ഹോണ്ട സിറ്റിക്ക് വരുന്ന സിൽവറാണ്. ഇതിപ്പോൾ പൊടി പിടിച്ച് കിടക്കെ പോളിഷിങ് ചെയ്യാനായിട്ട് ബാക്കിയാണ്. അപ്പോൾ പോളിഷിങ് ചെയ്താലാണ് അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും നോർമൽ ഒരു സിൽവർ അല്ല, ഒരു ബ്ലൂ ഷെയ്ഡ് കൂടിയ ഒരു സിൽവറാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് ഹോണ്ട സിറ്റി ഇവിടെ പോളിഷിങ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതുപോലെ അലോയ് വീല് ഇത് പിയാനോ ബ്ലാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ പിയാനോ ബ്ലാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടായിരുന്നതാണ്. നമ്മളെ ഈ ഒരു വണ്ടിയുടെ അലോയ് വീല് 4 ബ്ലാക്ക് അടിക്കുന്നുണ്ട്, പിയാനോ ബ്ലാക്ക് അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ കാലിബർ, ഇത് യെല്ലോ കളർ അടിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്ത് വരണമെങ്കിൽ ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരണമെങ്കിൽ ഒരു വൈറ്റ് ഇന്നോവ. ഇത് ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് ആയിരുന്നില്ല, ഇത് ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് ആയിരുന്നു.
വേറൊരു വണ്ടിയുണ്ട് ഫുൾ പെയിൻറ്റിങ് ഇല്ലാത്തത്, അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വണ്ടിയും ഫുൾ പെയിൻറ്റിങ് ചെയ്ത് കിടക്കുന്നു. അവിടെ റെഡ് ഇന്നോവ ഇവിടെ ബാക്ക് സൈഡിലെ ബമ്പർ നമുക്ക് ഈ ഒരു രീതിയിലാക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞാണ്. കാരണം കസ്റ്റമർ എൻ്റെ ബമ്പറും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അകത്തേക്ക് പോണേക്കാളും ഇവിടെ ഒരു ഗോൾഡൻ വണ്ടി കുട്ടി വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട്. പന്തളത്തുനിന്ന് വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് വണ്ടി, അത് പുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഡിക്കി നോക്കിയപ്പോൾ അവസ്ഥ ഇത്തിരി മോശമാണ്. ഡിക്കി നമുക്ക് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ്. കണ്ട ഡിക്കി ഇവിടെ റെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ കണ്ട ഇവിടെ നല്ല രീതിയിൽ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡിക്കി രക്ഷയില്ല. ഗ്ലാസ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കംപ്ലൈൻ്റ് ആവണം. അപ്പോൾ ഡിക്കി എന്തായാലും അത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഡിക്കി റീപ്ലേസ് ചെയ്യണം. ബാക്കി കുട്ടി വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. നമ്മളകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ വണ്ടി ഇന്നോവ ഇവിടെ കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു കുറച്ച് പാച്ച് വർക്ക് ഉണ്ട് ഈ വണ്ടിയുമ്പോൾ. ഇത് വർക്കിംഗ് പ്രോഗ്രസ്സാണ്. അടുത്ത് പെയിൻ്റ് ചെയ്യാനുള്ള വണ്ടിയാണിത്, നാടോഗ്ര അടിക്കാനായിട്ട്. അതിൻ്റെ കാര്യങ്ങൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നു. ഇന്നത്തെ പാർട്സ് പർച്ചേസിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ആക്യുറേറ്റിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ നമ്മൾ ബൂത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ബമ്പറുകൾ പെയിൻറ്റിങ്. അതായത് നമ്മളുടെ ആ ഒരു ടൈപ്പ് 2 വണ്ടിയുടെ ബമ്പറുകളാണ് അത് പെയിൻറ്റിങ് ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ആ ലൈവിൽ ഫുൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് അതും പെയിൻറ്റിങ് ചെയ്യണം കേട്ടോ. പിയാനോ ബ്ലാക്കാണ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ഇവിടുത്തെ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളുടെ കംപ്രസർ ചെറിയ പണി തന്നു. അപ്പോൾ അതിവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കംപ്രസർ ഓക്കെ, ആ കംപ്രസറും കൂടിയും റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രേ കളർ ഇന്നോവ പുട്ടി വർക്ക് ആയിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഗ്യാരേജിലെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഈ ഒരു ബമ്പർ പിടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അതിൻ്റെ ബ്രാക്കറ്റായിട്ട് ഇത് യോജിക്കില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്ത് വേണം പിടിപ്പിക്കാനായിട്ട്. പിന്നെ സെക്കൻഡ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണ്. ഈ നമ്മളുടെ ഈ ഒരു ബമ്പറിനെ അപേക്ഷിച്ച് ആ ബമ്പറിൻ്റെ 3 ബമ്പറിൻ്റെ വെയിറ്റ് ഉണ്ട് ഈ ഒരു ബമ്പറിന്. അപ്പോൾ അങ്ങനെയുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇന്ന് വേറൊരു പരിപാടി കൂടിയുണ്ട്. അത് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പെയിൻറ്റ് പർച്ചേസിങ്ങിന് പോകുന്നുണ്ട്. നാടോഗ്ര മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നാടോഗ്ര നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് കണ്ടോ, ഇത്രയും കോഡുള്ളൂ കേട്ടോ. 1 2 3 4 പെയിൻറ്റിൻ്റെ മിക്സാണ് നാടോഗ്ര ആയിട്ട് BMW ആ ഒരു കളർ നമ്മൾക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കാർഡ് നമുക്കില്ല. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാതെ പുറത്തത്തെ ഒരു കളറാണ്, അതായത് ഇൻ്റർനാഷണൽ കളറാണത്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കാർഡ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മുടെ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കളർ കേട്ടോ. അപ്പോൾ നാടോഗ്ര തന്നെയാണ് അതിൻ്റെ പേര്. വേറെ കോഡ് ഞാൻ വിചാരിച്ച് വേറെ കോഡ് ഉണ്ടാവുമെന്ന്. വേറെ കോഡൊന്നുമില്ല, നാടോഗ്ര എന്ന് തന്നെ ഉള്ള പേര് തന്നെയാണ് ഉള്ളത്. അതിൽ ഇത്രത്തോളം നിങ്ങൾ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തോളൂ. ഇത്രത്തോളം 4 കോഡ് കളർ നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നാടോഗ്ര എടുത്തു, അതേപോലെ സിലിക്കി ഗോൾഡ് എടുത്തു, പിന്നെ അതിൻ്റെ ക്ലിയർ സാധനങ്ങളെല്ലാം എടുത്തു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. നമ്മുടെ നാടോഗ്ര വണ്ടി ക്ലിയറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിൽക്കി ഗോൾഡ് വണ്ടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2007 മോഡൽ ഇന്നോവയായിരുന്നു. വണ്ടി ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഡെലിവറി ടൈമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.